അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. രാവിലെ ജിമ്മിലൊക്കെ പോയി വന്ന ശേഷം ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പോകുമ്പോഴൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കയ്യിൽ കുടയെടുക്കും കേട്ടോ. ഒരു 5-6 നായ്ക്കളുണ്ട്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പുറത്ത് നിൽക്കണതാണ്, പേടിയാവും കേട്ടോ കണ്ടാൽ തന്നെ. അങ്ങനെ ഇതാ നമ്മൾ ചായ വയ്ക്കാനുള്ള പുറപ്പാടാണ്. എന്നും എന്തിനാ അളന്നെടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. എന്നും പല അളവിലാണ് ചായ വയ്ക്കാറ്, അതുകൊണ്ടാണ് ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ. ഉദ്ഘാടനം ചെയ്തിട്ടില്ല, അപ്പൊ നമ്മുടെ കൊടയുടെ ഉദ്ഘാടനമാണ് ഇന്ന്. അത് ഫുഡിന്റെ ചൂടായിരിക്കും. നോക്ക് മടി, ഞാൻ വെറുതെ വാങ്ങിച്ചു കൊടുത്ത്. നീ ഓടുമ്പോ വീഴരുത്, എനിക്ക് അത്രേ പറയാനോ. മൊഗറ് ഞങ്ങളുടെ പാലക്കാടൻ സ്ലാങ്. മൊഗറ് മുഖം അടിച്ച് വീഴും. ബൈ ബൈ. ഞാൻ പോയി നിർത്തിട്ട് പോടാ. ഇത് പിന്നെ കൊട നനയ്ക്കാണ്ട് നിങ്ങൾ നനയാൻ വേണ്ടിട്ടാ വാങ്ങിച്ചെന്നേ. ഓക്കെ ബൈ ബൈ ബൈ. ഈ ഒരു ക്ലിപ്പിന് റോ ആയിട്ടിട്ടത് ഞങ്ങളുടെ പാലക്കാടൻ കുറച്ച് സ്ലാങ് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൻകുട്ടി പാലക്കാടൻ സ്ലാങ്ങിന്. റിഹാന് പിന്നെ അത്രയില്ല, ഞാനും അത്രയ്ക്കൊന്നുമില്ല. പാലക്കാടൊന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടൊന്നുമില്ല ഞാൻ, എന്നാലും കുറച്ചൊക്കെ വരാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവിടുത്തെ ഇവിടുത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പറയും. അപ്പോൾ പിന്നെ എനിക്ക് അത്ര പ്രശ്നം വരാറില്ല. ഞാൻ അങ്ങനെയില്ല. മുഗറ് ഇതൊക്കെ ഞങ്ങളുടെ പാലക്കാടൻ എന്താ പറയുക, ഒരു ഉൾപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ സ്ലാങ് കേട്ടിട്ടുണ്ടോ? അവരുടെയൊക്കെയുള്ള കയ്യിലത്തെ ഓരോരോ വേർഡ്സാണ് കേട്ടോ അത് സംഭവം. അങ്ങനെ അവർ പോയിട്ടുണ്ട്. അവർ നേരത്തെ അല്ല, ഇപ്പോഴൊന്നും പോയിട്ടില്ല. അവർ പിന്നീടാണ് പോയത്. പക്ഷെ ഞാനത് നേരത്തെ ഒന്ന് ഇട്ടുമെന്ന് മാത്രം കേട്ടോ. ചായ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു ചായ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കുന്ന സമയത്ത് ചായ ഒന്നും കുടിച്ചിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചായ കുടിക്കാൻ തുടങ്ങി. കാരണം ജിനി ഉണ്ടാക്കുന്ന പോലത്തെ ചായയാണ് അത്ര അവിടെ ഉണ്ടാവാറ്. ഇപ്പോൾ കുറച്ച് ചായ കുടിക്കുള്ളൂ, അത് നിർത്താൻ പറ്റുന്നില്ല എന്നിട്ടോ. ഈ ചായ അത്ര വലിയ പ്രോബ്ലം ഒന്നുമല്ല, കുറച്ച് കുടിച്ചാൽ മതി. മധുരമൊക്കെ ഓവറിട്ട് കുടിക്കുമ്പോഴാണ് നമുക്കത് ഹെൽത്തിനൊക്കെ പ്രശ്നം വരുന്നത്. പക്ഷെ നമുക്ക് അധികം മധുരമൊന്നും ഇല്ലാണ്ട് കുറച്ച് സ്ട്രോങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വരും. അത് നമുക്ക് നല്ലതാണ് കേട്ടോ. അതാണ് ഈ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ വരുന്നത്. എന്നെപ്പോലെ അങ്ങനെ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ നമുക്ക് വേറൊരു കമൻറ്റ് വന്നിരുന്നു. എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. ഓക്കെ മുത്തേ, ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ കാണാൻ, എല്ലാം കാണും, ഇനിയും നല്ല ഉയരത്തിൽ വരട്ടെ, ഒരു റിപ്ലൈ തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റിപ്ലൈ ഞാൻ തന്നിരിക്കുന്നു. ഞാനിവിടെ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലേ, ചപ്പാത്തിക്ക് ഇതേപോലെ കുഴയ്ക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും. എത്ര കഷ്ടപ്പെട്ടിട്ടോ കുഴയ്ക്കണ കണ്ടോ. കുറച്ച് ഓയിലാക്കണം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ മാവൊക്കെ നല്ല ഇത് വരും. ഞാൻ എഗ്ഗ് ഇങ്ങനെ എണ്ണീട്ടെടുക്കുകയാണ്. പപ്പ മമ്മി ഞാൻ കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എഗ്ഗൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കുറച്ചൊക്കെ ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ മഷ്റൂം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം, നന്നായിട്ട് വാഷ് ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ മഷ്റൂം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഫുഡ് പോയ്സൺ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണല്ലേ ഈ മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചാലും ഒരുപാട് ദിവസമൊന്നും എടുത്ത് വെക്കരുത്, വേഗം അതിനെ കുക്ക് ചെയ്ത് കഴിക്കണം. പണ്ടത്തെ പോലെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന മഷ്റൂമിൻ്റെ അത്ര പ്രശ്നമില്ല തോന്നുന്നു കേട്ടോ ഇത്. അതേപോലെ എന്നോട് എപ്പോൾ എണീക്കും, എപ്പോൾ കിടക്കും എങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ജിമ്മൊക്കെ ഉള്ള സമയത്ത് ഞാൻ 4:45 അലാറം വയ്ക്കും. 5 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വൈകാറുണ്ട് കേട്ടോ. ജിമ്മിന് പോകുമ്പോൾ ഇതാണ് എൻ്റെ എണീക്കുന്ന സമയം. പിന്നെ കിടക്കുന്നത് എപ്പോഴും 9:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കും. 9 to 9:30 ഇതിൻ്റെ ഉള്ളിൽ കിച്ചണിൽ നിന്ന് ഞാൻ പോന്നിരിക്കും. കാരണം നമ്മൾ ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ നമുക്കിതിൻ്റെ റെസിപ്പി പറയണ്ടേ, ബാക്കി പിന്നെ പറയാമല്ലേ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വലിയ ജീരകം എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും പച്ചമുളകും ഉള്ളിജിനി അല്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ.
പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ. ഞാൻ മൈലാഞ്ചി ഇട്ടെങ്കിലും അധികം ചുവന്നില്ല, എന്താണെന്നറിയില്ല. കാലിലത്തെ നന്നായി ചുവന്നു, കയ്യത്തെ ചുവന്നില്ല കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഞാൻ പിന്നെ ആ സ്പൂണൊന്ന് മാറ്റി ഇതെടുത്തു കേട്ടോ. പിന്നെ തക്കാളി, ഒരു വലിയ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായി വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഭൂരി ഉണ്ടാക്കിയിട്ടെടുക്കണം കേട്ടോ. ഞാൻ അപ്പുറത്ത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അതിൽ ഭൂരിയും കൂടിയും ചുട്ടെടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് പൂരി ചുടുമ്പം അത് കംപ്ലീറ്റ് പൊങ്ങി വരാറില്ല, ഇതേപോലെ അത്ര പൊങ്ങി വരാറില്ല. പിന്നെ നെക്സ്റ്റ് ശരിയാവും കേട്ടോ. നെക്സ്റ്റ് ശരിയാക്കിയപ്പം എന്തായി, ഞാൻ വീഡിയോയിൽ കാണിക്കാനും മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കുട്ടികൾക്ക് ലഞ്ചിലേക്ക് പൂരിയും ഈ മഷ്റൂം കറിയൊക്കെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ജിനി വീട്ടിൽ അയൺ ചെയ്യാറില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തേ, ഞാൻ ചെയ്യാറില്ല. പണ്ടൊക്കെ ചെയ്തിരുന്നു, ഇപ്പം ചെയ്യാൻ ഭയങ്കര മടി. അപ്പോൾ ഇതാ പൊടികൾ: മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി. പൊടികളുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എടുക്കുക. ഞാൻ പൊതുവേ മസാല കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട്, അപ്പോൾ ഞാനത് കറക്റ്റായൊന്നും പറയണില്ല. പിന്നെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ മഷ്റൂമും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നാടൻ മഷ്റൂം ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. നോൺ സ്റ്റിക്ക് ആണെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും മിക്സാക്കി അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സമയം നോക്കിയാൽ 8:20 ആയിട്ടുണ്ട്. അവർക്ക് 8:35 ആകുമ്പോഴത്തേക്കും പോകണം കേട്ടോ. അപ്പോൾ ഭൂരിയൊക്കെ സെറ്റാക്കി വെച്ചതിനൊക്കെ പിന്നെ എഗ്ഗ് പുഴുങ്ങി വെച്ചിരുന്നു, അതിനൊക്കെ അയൺകുട്ടി ആണ് തൊലിയൊക്കെ കളഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കണം. കറി ഇങ്ങനെ വെന്ത് വന്നിട്ടേ ഉള്ളൂ, തിളച്ച എണ്ണയൊന്നും തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് അടുക്കളയിലേക്ക് പ്ലേറ്റിലേക്ക് ആക്കി തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പോൾ റിഹാൻ വന്ന് വാങ്ങിച്ചു, പിന്നെ അയാനും വന്ന് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ദിവസവും കാണും, കമൻറ്റ് ഇടാറില്ല. അതെന്താ മുത്തേ, കമൻറ്റ് ഇടണം. ഇനി എന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വീഡിയോ സൂപ്പർ, താങ്ക് യു സോ മച്ച്. ജിനി, ഞാൻ എന്നും കാണാറുണ്ട്, വീഡിയോ എല്ലാം സൂപ്പറാണ്, ലോട്ട്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജിനിയുടെ സംസാരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പലരും ഓവറാണെന്നും പറയാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതത്ര മൈൻഡ് ആക്കില്ല. നമ്മൾ ആദ്യം പോസിറ്റീവ് കാര്യങ്ങൾ കേട്ടാൽ പോരെ, നെഗറ്റീവൊക്കെ നമുക്കങ്ങ് തള്ളിക്കളയാം. നെഗറ്റീവ് കാര്യങ്ങൾ മൈൻഡിലോട്ട് എടുത്തു കഴിഞ്ഞാലേ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയായിരിക്കും. അതേപോലെ റിഹാൻ ഏത് കോഴ്സാണ് ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറാണ് കേട്ടോ, കമ്പ്യൂട്ടർ സയൻസാണ് അവൻ എടുത്തിട്ടുള്ളത്, +2 ആണ്. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ എത്രയിലാണ് പഠിക്കണതെന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ട്, 8ലും +2ലും. ഓരോരുത്തരിങ്ങനെ ഫുള്ളായിട്ട് കാണാൻ, ഇനി പണ്ട് മുതൽ എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം മേ ബി അത് ചോദിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വേഗം അത് കെട്ടിക്കൊടുത്തു. പിന്നെ റിഹാന് വന്ന് കവറിലൊക്കെ ഇട്ടിട്ട് രണ്ടാളും ഇനി പോകാൻ വേണ്ടിയിട്ട്. അപ്പം മഴ സമയത്ത് അവർക്ക് ഷൂ ഇടണം നിർബന്ധമൊന്നുമില്ല, ചെരുപ്പിട്ടിട്ട് പോയാലും മതി. മഴ കഴിഞ്ഞാൽ പിന്നെ ഷൂവും ഫുൾ യൂണിഫോമും നിർബന്ധമാണ് കേട്ടോ, അതുവരെ നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെ കമൻസ് ഒന്നും വായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബിന്ദു പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്ന് കമൻറ്റ് വന്നിട്ടുണ്ട്. നല്ല വലിയ വലിയ കമൻസ് ഇടൂ, ഞാൻ എന്തായാലും വായിക്കാം. നമ്മൾ യൂട്യൂബിൽ വായിച്ചിട്ട് ഇങ്ങനെ FBയിലോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വ്ളോഗ് തീർന്നു പോയിട്ടുണ്ടാവും, അതാണ് വലിയൊരു പ്രശ്നം വരുന്നത് കേട്ടോ. അല്ലാണ്ട് മനഃപൂർവ്വം വായിക്കാണ്ടിരിക്കുന്നല്ല. അപ്പോൾ എന്തായാലും ഞാനിതാ എന്താ പറയുക, ഈ ഒരു സംഭാഷണമാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. കുട്ടികൾ പോണതിൻ്റെയൊക്കെ വ്യാഴാഴ്ച അവർക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് ശനിയാഴ്ച സ്കൂൾ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവർ പോയ ശേഷം മഷ്റൂം ഇത്രയും ആയത് അവർക്ക് കഴിക്കാനും ആക്കി കൊടുത്തതും ഒക്കെ കാരണമാണ്. പിന്നെ ബാക്കി കുറച്ചുണ്ട്. ഇത് ഞാനും ഉമ്മാക്കുന്ന നോമ്പാണ്, അപ്പോൾ ഞാനും ഉപ്പയും മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഭൂരി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്താ ഞങ്ങൾക്കൊന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ, എനിക്ക് അത്യാവശ്യം പൊടി വേണം കേട്ടോ ചപ്പാത്തി പരത്തിയെടുക്കാൻ. അത് മാത്രം എനിക്ക് ചപ്പാത്തിക്ക് വേണം, ഇല്ലെങ്കിൽ എനിക്കൊരു ശരിയാവില്ല പരത്തണത്. ബാക്കിയെല്ലാം പൊള്ളിച്ച് വരുന്നതൊക്കെ കറക്റ്റാവും. പരത്തുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പോലെ പൊടി വേണം കേട്ടോ, അതുകൊണ്ടാണ് അത്രയും പൊടി. ചില ആൾക്കാർക്കുണ്ടല്ലോ വളരെ കമ്മി പൊടിയിൽ അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാനിതാ എല്ലാം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണോ ചോദിക്കുന്നുണ്ട്.
ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിലുണ്ടാവും കമൻസും കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇഡ്ഡലി മാവ് അലുമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല. എൻ്റെ കയ്യിൽ വലിയ പാത്രം അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ വെക്കാൻ പാടില്ല എന്നുള്ളത് ഞാനും എന്താ പറയുക കേട്ടിരുന്നു. പിന്നെ മൺഡേ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് സൺഡേ ആയത്, ഞാൻ മൺഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആ വ്ളോഗ് ഒന്നും കൂടെ കാണേണ്ടി വരും. അപ്പം ഞാൻ ചായ എല്ലാം കുടിച്ച് ഇനിയിപ്പോൾ പാത്രം കഴുകിയതിനൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ സിറ്റൗട്ടിൽ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്നും തട്ടണം. ഞാൻ മൊത്തം തട്ടണം എന്ന് വിചാരിച്ച ദിവസമായിരുന്നു. പിന്നെ അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ ആട്ടിയെടുക്കണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ പണികൾ, എനിക്ക് ഹറിബറി ആയിട്ട് ചെയ്യണത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ഒരു പണി നോക്കിയാൽ ഇത് ഒരു 1 hourൽ തീരുമോ എന്ന് നോക്കിക്കഴിഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റുവെച്ചാൽ മാത്രമേ ഞാൻ അവിടെ തൊടാറുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അതുപോലെ എല്ലാം കൂടെ വലിച്ച് വാരിയിട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല, കാരണം അത് തീർക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ പോർഷൻ എടുക്കുക, മടുക്കാത്ത രീതിയിൽ പണി ചെയ്യുക, എന്നാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക വിരിച്ചിടണം. അതിൻ്റെ ഇടയിൽ ഇത്താക്ക് കോൾ ചെയ്തിട്ടുണ്ട്, സ്പീക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ പണിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇരുന്ന് സംസാരിക്കലൊന്നും ഈ രാവിലെ എന്തായാലും നടക്കൂല കേട്ടോ. ചില സമയത്ത് നമ്മൾ വിളിച്ച ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്ക് എന്താ പറയുക സംസാരിക്കാനുണ്ടാവും. അപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം നമ്മുടെ ഒന്നും നടക്കില്ല. അത് കാരണം അവളും അവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവൾ ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ട്, അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഇടയിലാണ് നമുക്ക് വിളിക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിതൊരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയതാണ്. കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സംഭവം. വലിയുള്ളിയും തക്കാളിയും ഒക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കുഞ്ഞതാക്കി ചോപ്പ് ചെയ്ത ശേഷം 2 ബ്രെഡ് ബട്ടറിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല കരിച്ച് മുരിച്ച് എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് വെക്കണം കേട്ടോ തീ. അതിനുശേഷം സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീസിൻ്റെ. പിന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി ഇങ്ങനെ വെക്കുക. നല്ല ഭംഗിയല്ലേ കാണാൻ, പിസ്സയുടെ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പിസ്സ എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പേര് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്, വലിയുള്ളിയും ക്യാപ്സിക്കം തക്കാളിയൊക്കെ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹെബ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ചീസ് തന്നെ ചെറിയ പീസാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല പോലെ മെൽട്ടായിട്ട് വരട്ടെ. ഇത് പക്ഷേ വലിഞ്ഞ് വരില്ല. മൊസറല്ല ചീസൊക്കെ ആണെങ്കിൽ വലിഞ്ഞ് വരും കേട്ടോ. ഇത് സ്ലൈസായിട്ട് മെൽട്ടായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കല്ലേ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചീസൊക്കെ വെച്ച് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഇതെല്ലാം മെൽറ്റാവണ വരെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബ്രെഡ്. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കി വെക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. എന്നൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, വല്ലപ്പോഴൊക്കെ കുട്ടികൾക്കും ഒരു ചേഞ്ച് അല്ലേ. അപ്പോൾ അവൻ കഴിച്ചിട്ടുള്ള അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ കാണാം. ഡ്യൂപ്ലിക്കേറ്റ് പിസ്സ എങ്ങനെയുണ്ട്? നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അല്ലേ. അത് മറ്റേ മൊസറല്ല ഇടണം. ഇത് സ്ലൈസ് അല്ലേ, സ്ലൈസ് ചീസ് മെൽട്ടായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. മൊസറല്ല ഇട്ട് കഴിഞ്ഞാൽ ഇനിയൊന്നും കൂടിയാ. അയ്യോ, അപ്പോൾ ഒരെണ്ണം കഴിക്കാൻ കൊടുത്ത് അവനക്ക് ഇനി ഒരെണ്ണം കൂടി വേണം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാനിത് എന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല, ആഴ്ചയിൽ ഒരു ദിവസം പോലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ. ഞാൻ കുറേ ദിവസമായി ചീസെല്ലാം കൊടുത്തിട്ട്. പലരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നും ഇങ്ങനത്തെയൊക്കെ ഫുഡാണ് കൊടുക്കണേന്ന്. അല്ല കേട്ടോ, പൊതുവേ ഇങ്ങനത്തെ ഫുഡ് കൊടുത്താൽ കഴിക്കും, അതെനിക്കറിയാം. കാരണം എനിക്ക് ചോറ് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഞാൻ പിന്നെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കാറ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. ഞാനതെല്ലാം പതുക്കെ ഇങ്ങനെ കമ്മിയാക്കി കൊണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു ന്യൂഡിൽസിനെക്കാട്ടിലൊക്കെ നല്ലത് പാസ്ത കൊടുക്കുന്നതാണ്.
നൂഡിൽസിൻ്റെ മസാല യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി തോന്നണു കേട്ടോ ഒന്നുകൂടി. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അതാണ് അല്ലേ. അപ്പോൾ ഞാനിതാ ക്ലീനിങ് ആണ്, അതിൻ്റെ ഇടയിൽ കോളും ഒക്കെ ഉണ്ട്. കോൾ ഇന്ന് വെച്ചിട്ടേ ഇല്ല, നമ്മളിങ്ങനെ കോൾ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടേ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടേ പോവുകയാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് നമ്മുടെ വീട്ടമ്മമാർക്ക് അല്ലേ ഒരു സമയത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഭയങ്കര അത്ഭുതമാണ് അല്ലേ. ഞാൻ ഇവിടെ മക്കളോടും ഇക്കാനോടൊക്കെ പറയേ, നിങ്ങൾക്ക് ഇതിന് പറ്റുമോ, ഒരു സമയം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. നിങ്ങൾ ചെയ്യും, ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യുമായിരിക്കും, പക്ഷെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രം കിട്ടിയൊരു കഴിവാണ് എന്നാണ് എനിക്ക് തോന്നാറ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പറഞ്ഞ പോലെ കുട്ടീനെ ഒക്കത്ത് വെച്ച് ചപ്പാത്തി പരത്തി ചപ്പാത്തി ചുട്ട് ഇതിനൊക്കെ അവർക്ക് പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതൊക്കെ നമ്മളെ മാത്രം കഴിവാണ് അല്ലേ. അതേപോലെ തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കും, അപ്പുറത്ത് മീൻ വറുക്കുന്നുണ്ടാവും, ചോറ് വെക്കുന്നുണ്ടാവും, കറി വെക്കുന്നുണ്ടാവും അല്ലേ. ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് മോന് ഭയങ്കര വാദിക്കലായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഒരു ദിവസം ഞാൻ കിച്ചണിൽ നിന്ന് മാറി നിൽക്കുക, ജിനിമ്മ ആ കിച്ചണിൽ ഒരു ദിവസം കിച്ചൺ എങ്ങനെയാണ് ജിനിമ യൂസ് ചെയ്യുന്നത് അതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനോട്. പിന്നെ അവനക്കൊന്നും പറയാനില്ല, കാരണം പറ്റൂല. നമ്മൾ വൃത്തിയാക്കണ പോലെ എന്തായാലും അവർക്ക് വൃത്തിയാക്കാൻ കിട്ടൂല കേട്ടോ. അതും കിട്ടുന്ന ആൾക്കാരുണ്ട്, അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു 75% ആൾക്കാരിനെയാണ് ഞാൻ പറയുന്നത് കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ വെള്ളത്തിലിട്ടത് ഞാൻ അതിനെയൊക്കെ ഒന്ന് ആട്ടിയിട്ട് എടുക്കുകയാണ്. ഞാൻ ഇഡ്ഡലിക്ക് ഇട്ട ഉഴുന്നിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. തണുത്തിട്ട് ആട്ടുമ്പോൾ ഒന്നുകൂടെ നല്ലതാണെന്ന് പറയാനായിട്ട്. അപ്പം ഞാനിതാ മടക്കി വെച്ച തുണികൾ ഉമ്മ മടക്കിയതാണ്, അതിനേക്ക് ഉമ്മാൻ്റെ റൂമിൽ കൊണ്ടുവച്ചു, എൻ്റെത് എൻ്റെ റൂമിലും കൊണ്ടുവച്ചു. പിന്നെ പോയി തുടക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.